കുറ്റിപ്പുറം അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗത. നിയന്ത്രണം നഷ്ടമായി മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ റിപ്പോർട്ട് നൽകി മോട്ടോർ വാഹന വകുപ്പ്. അപകട കാരണം ബസിന്റെ അമിത വേഗതയെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. വളവുകളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററാണെന്നും എന്നാൽ അപകടത്തിൽപ്പെട്ട ബസ് അനുവദിച്ചതിലും ഇരട്ടി വേഗതയിലാണ് ഓടിച്ചതെന്നുമാണ് റിപ്പോർട്ട്. അപകട സ്ഥലത്ത് അടുത്തടുത്തായി 2 വളവുകളാണ് ഉള്ളതെന്നും അമിത വേഗതയിലായതിനാൽ ഒരു വളവ് കഴിഞ്ഞ് രണ്ടാമത്തേത് വളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബസിന്റെ അമിത വേഗത ഹൈഡ്രോപ്ലെയിനിംഗ് പ്രതിഭാസത്തിന് വഴിവെച്ചു. ഇത് റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടപ്പെടാൻ കാരണമായെന്നും റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് ബസ് ഡ്രൈവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചങ്ങരംകുളം സ്വദേശി ഷെബീറിനാണ് ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷെബീറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. ജൂലൈ 26-നായിരുന്നു കുറ്റിപ്പുറത്ത് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ദേശീയപാതയിലൂടെ വന്ന ബസ് പോക്കറ്റ് റോഡിലേക്ക് കയറാൻ ശ്രമിക്കവെയായിരുന്നു അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മീഡിയനിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു.